ചില കഥകൾ ആഘോഷത്തോടെ തുടങ്ങില്ല, ചിലത് നിശബ്ദമായി ജനിക്കും. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ജീവിതം ആരംഭിക്കുന്നത് പോലെ. ഒരു ഗ്രാമം, സാധാരണ രാവുകൾ. അവിടെയാണ് ഈ കഥയും തുടങ്ങുന്നത്. അവന്റെ പേര് ഭീം. അന്നതൊരു സാധാരണ പേരായിരുന്നു. പക്ഷേ കാലം ആ പേരിന് അർത്ഥം നൽകി. അവൻ വളർന്നത് സമത്വമുള്ള ലോകത്തിലല്ല. ചിലർക്കായി മാത്രം തുറന്ന വാതിലുകൾ, ചിലർക്കായി മാത്രം ഉള്ളിടങ്ങൾ. അവന് അവിടെ ഇരിപ്പിടം പോലും ഇല്ലായിരുന്നു. ലോകം അവനെ വേർതിരിച്ചു, പിന്നിലാക്കി, മൗനത്തിലേക്ക് അയച്ചു. പക്ഷേ അവൻ എല്ലാം ശ്രദ്ധിച്ചു, നിശബ്ദമായി, ആഴത്തിൽ. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം പിറന്നു. എന്തുകൊണ്ട് മനുഷ്യർ തമ്മിൽ വ്യത്യാസം? എന്തുകൊണ്ട് ജനനം വിധിയാകണം? ഉത്തരം തേടി അവൻ പുസ്തകങ്ങളിലേക്ക് പോയി. ഓരോ പേജും അവന്റെ ലോകം വലുതാക്കി. അറിവ് അവനെ ശക്തനാക്കി, ചിന്ത അവനെ ഉറപ്പിച്ചു. അവൻ പഠിച്ചത് സ്വന്തം ജീവിതം മാറ്റാൻ മാത്രമല്ല, ഒരു സമൂഹം മാറ്റാനായിരുന്നു. ഭീം ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. വിദ്യാർത്ഥിയായി, ചിന്തകനായി. പുതിയ ലോകങ്ങൾ, പുതിയ ആശയങ്ങൾ. അവിടെ അവൻ മനസ്സിലാക്കി, അനീതി ഒരു നിയമമല്ല, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഒറ്റയ്ക്കായാലും സത്യം പറയേണ്ടതുണ്ട്. പോരാടേണ്ടത് അനിവാര്യമായിരുന്നു. ശബ്ദമില്ലാത്തവർക്ക് അവൻ ശബ്ദമായി. അവകാശം അറിയാത്തവർക്ക് അവൻ അവകാശം പഠിപ്പിച്ചു. ഒറ്റയ്ക്കല്ലെന്ന് അവൻ അവരെ വിശ്വസിപ്പിച്ചു. ഒരു രാജ്യം ജനിക്കുമ്പോൾ അതിന് സ്വാതന്ത്ര്യം മാത്രം പോരാ, നീതിയും വേണം. അവൻ എഴുതി ഒരു ജനതയുടെ ഭാവി. സമത്വം, സ്വാതന്ത്ര്യം, ഗൗരവം. ഈ യാത്ര ഒരു മനുഷ്യന്റെ കഥയല്ല, ഇതൊരു വിപ്ലവത്തിന്റെ തുടക്കമാണ്. ഭീം, ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ. ഒരു പേര്, ഒരു ശബ്ദം, ഒരു ചരിത്രം. Except in a formal sense, if you want. What you mean? I mean the paraphernalia of democracy, quinquennial elections, prime ministers and so on and so on.